ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു സ്റ്റഡി റുട്ടീനാണ്. അപ്പോൾ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട്, അതുകൊണ്ട് വോയിസിന് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ശനി ഞായറൊക്കെ 9 മണിക്കാണ് മദ്രസ വിടുന്നത്. അങ്ങനെ 1 മണിക്കൂർ ചായയൊക്കെ കുടിച്ച് ഫോണൊക്കെ നോക്കി വന്നിട്ട് നമ്മൾ 10 മണിക്ക് പഠിക്കാതിരിക്കാറുണ്ട്. മിക്ക ദിവസവും ഇരിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ 9ാം ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം പഠിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ 10 മണിക്കൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റഡി വിത്ത് മീ ഒക്കെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിസിക്സാണ് എടുത്തേക്കുന്നത്. ഫിസിക്സ് ഒരിത്തിരി ടഫായിട്ട് തോന്നി, അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഫിസിക്സാണ് എടുത്തിട്ടുള്ളത്. എല്ലാത്തിലും കേൾക്കാറുണ്ട് ഫസ്റ്റ് ടഫുള്ള സബ്ജക്റ്റ് പഠിക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഫിസിക്സാണ് എടുത്തത്. പിന്നെ ഇന്നത്തെ സ്റ്റഡി വ്ലോഗ് ആയതുകൊണ്ട് തന്നെ കുറേ സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് കൂടുതൽ സോങ് ആയിരിക്കും. അപ്പോൾ ഇനി സ്റ്റഡി വ്ലോഗ് വല്ലതും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എനിക്ക് ഇങ്ങനത്തെ വീഡിയോ എടുത്ത് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ കുറച്ച് നേരം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പുതിയൊരു ആപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലാഷ് കാർഡ്സൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലത്തേതൊക്കെ ജസ്റ്റ് ഒന്ന് അതിലേക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് കഴിയുമ്പോൾ നമ്മൾ പഠിച്ചൊക്കെ കഴിയുമ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് റിവൈസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ക്യൂസ്ലെറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു അടിപൊളി ആപ്പാണ്. നമുക്ക് ഫ്ലാഷ് കാർഡ്സൊക്കെ ഉണ്ടാക്കാമായെങ്കിൽ വേറെ ടീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഫ്ലാഷ് കാർഡ്സൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിത് ആപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ നമ്മൾ ഇപ്പോഴൊന്നും എടുത്ത വീഡിയോ അല്ല, കുറേ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടിയത്. അങ്ങനെ ഫ്ലാഷ് കാർഡ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വീണ്ടും പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പഠിച്ചത് തന്നെ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് എടുത്ത് തന്നെ പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ മോർ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി ലേബറിനെ നോക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പഠിക്കുന്നത്. അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് 11:15 ആകാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നമ്മൾ ബുക്കൊക്കെ എടുത്ത് വെച്ച് നേരെ അടിയിലേക്ക് പോയി സോഷ്യലും പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കണേ. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്നു. നമ്മളിപ്പോൾ വീണ്ടും 12 മണിയായപ്പോൾ വീണ്ടും പഠിക്കാതിരുന്നിട്ടുണ്ട്. വെള്ളം കുപ്പി അതേപോലെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് കുറേ നേരം പഠിച്ച് അതിൻ്റെ ക്ലിപ്സ് ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് മിസ്സായി. പിന്നെ രാത്രി 7 മണിയായപ്പോൾ നമ്മൾ വീണ്ടും പഠിക്കാനിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫിസിക്സൊക്കെ ആ 12 മണിക്ക് ഇരുന്ന് പഠിച്ചപ്പോൾ ഫിസിക്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. പഠിപ്പുരയിൽ ഇങ്ങനെ ക്ലാസ് 9ൻ്റെ ഓരോന്നും വരാറുണ്ട്. പിന്നെ നമ്മൾ ലെക്ചറൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ച് നോട്ട്സും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പഠിത്തം നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ ക്ലിപ്സ് എൻ്റെ കയ്യിലില്ല. ഫോണൊന്ന് മാറിയപ്പോൾ നമ്മുടെ കുറേ ക്ലിപ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പഠിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.